നമസ്കാരം. പൊതുവേദിയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് റേഷൻ കടയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. റേഷൻ കടയിൽ പ്രധാനമന്ത്രിയുടെ പോസ്റ്റർ വെക്കണമെന്ന നിർദ്ദേശം പാലിക്കാനാകില്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. മന്ത്രി അനിലും ഈ വിഷയം ആവർത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ ബ്രാൻഡിംഗ് അത്യാവശ്യമാണ് എന്ന് കേന്ദ്ര സർക്കാർ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. റേഷൻ കടകളിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോയോ പോസ്റ്ററുകളോ ഉണ്ടായാൽ അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാകും എന്നൊക്കെയുള്ള ആരോപണങ്ങളും ഒരു വശത്ത് ഉയരുകയാണ്. ഈ വിഷയത്തിൽ ജനങ്ങൾ എന്തു പറയുന്നു എന്നാണ് പൊതുവേദി ഇന്ന് അന്വേഷിക്കുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. കൃഷ്ണദാസ് എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണദാസ്, ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കേന്ദ്ര സർക്കാരിന് നേട്ടമുണ്ടാകണം എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കാം സ്വാഭാവികമായും ഇങ്ങനെ ഒരു ആശയം കേന്ദ്ര സർക്കാർ പറയുന്നത്. അത് എങ്ങനെയാണ് കൃഷ്ണദാസ് കാണുന്നത്? നമസ്കാരം. നമസ്കാരം. ഇത് നമ്മൾ തിരഞ്ഞെടുത്തയക്കുന്ന ഭരണാധികാരികളെന്ന് പറയുന്നത് സംസ്ഥാനത്തായാലും കേന്ദ്രത്തിലായാലും ജനങ്ങൾ തിരഞ്ഞെടുത്തയക്കുന്നതാണ്. ഇപ്പൊ ജനങ്ങളാണ് അവിടെ പരമാധികാരം എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് സംഭവിക്കുന്ന നമ്മളിപ്പോ അനുഭവിക്കുന്ന അതല്ല. അപ്പൊ ആ രീതി വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ആയാലും പ്രധാനമന്ത്രി ആയാലും ഈ ഭരണതലത്തിലുള്ളവരാരുടെയും പോസ്റ്റുകൾ ഒരു ഇതിൽ കാര്യം അവരെടുത്ത് അവരെ കുടുംബത്തിൽ നിന്നല്ല ചെലവാക്കുന്നത്. പൊതു ഖജനാവിലെ പണമാണ്, അത് ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണമാണ്. അതെടുത്ത് അവര് ഏത് സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ചെയ്യരുതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. സാധാരണഗതിയിൽ ഇത്തരം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് കേന്ദ്രവും സംസ്ഥാനാവിഷ്കൃത പദ്ധതികൾക്ക് സംസ്ഥാനവും പ്രചരണങ്ങൾ നടത്താറുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ റേഷൻ കടയിൽ പോയാൽ അവിടെ നമ്മളെ ഭക്ഷ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഫോട്ടോകളുള്ള പോസ്റ്റുകൾ കാണാൻ സാധിക്കും. ഒരു റോഡ് ഉദ്ഘാടനത്തിനാണെങ്കിൽ അവിടെ സംസ്ഥാന മന്ത്രിയുടെ, ഇപ്പൊ കേന്ദ്രത്തിന്റെ പദ്ധതിയാണെങ്കിലും അവിടെ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഒക്കെ കാണും. ഏത് പരിപാടിക്കും ഇത് നടക്കുകയാണ്. അതും പിന്നെ നമ്മള് നമുക്ക് ചെയ്യാൻ മറ്റുള്ളവരൊക്കെ ചെയ്തുവിടുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് താങ്കളുടെ അഭിപ്രായം. വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമാണിത് എന്നാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചത്. വിയോജിപ്പ് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മോഹൻ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. ശ്രീ മോഹൻ മാവേലിക്കരയിൽ നിന്നാണ് വിളിക്കുന്നത്, അല്ലേ? ശ്രീ മോഹൻ, റേഷൻ കടയിൽ അരി വാങ്ങിക്കാൻ പോകുന്നതൊക്കെ മോഹനാണോ വീട്ടിലേക്ക്? ഇല്ല, വേറെ ആളെ കൊടുത്തയക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ റേഷൻ കടകളിൽ ഇങ്ങനെ സെൽഫി പോയിന്റുകൾ വെക്കുന്നതിനെ പറ്റിയൊക്കെ ശ്രീ മോഹൻ എന്ത് ധരിക്കുന്നു? അവിടെ ഈ കൊടുത്തയക്കുന്ന ആള് ഒരുപക്ഷെ അവിടെ ചെന്ന് സെൽഫിയൊക്കെ എടുത്തിട്ട് വരട്ടെ എന്നാണോ? ചെയ്യട്ടെ, അത് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ സംസ്ഥാനം കൊടുക്കുന്നിടത്ത് പല സംഗതികളിലും സംസ്ഥാന നേതാക്കന്മാരുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരുടെ ഫോട്ടോ വെക്കുന്നത് പോലെ കേന്ദ്രം കൊടുക്കുന്നത് കേന്ദ്രത്തിന്റെ വെച്ചാലുള്ള കുഴപ്പമെന്താ? കുഴപ്പമൊന്നുമില്ല. പക്ഷെ വെക്കും രണ്ടായാലും ഒരിടത്ത് മാത്രം മതി എന്ന് പറയുന്നതിലേ ഉള്ളു കുഴപ്പം. അതുകൊണ്ട് രണ്ടിടത്തും വെക്കാമെങ്കിൽ വെക്കണം, വേണ്ടെങ്കിൽ രണ്ടിടത്തും വേണ്ടെന്ന് വെക്കാം. ഒന്നില്ലെങ്കിൽ രണ്ടുപേരും ഇതിൽ നിന്ന് പിന്മാറുക, അല്ലെങ്കിൽ രണ്ടുപേർക്കും അനുവദിക്കുക. ഇപ്പൊ ഈ പറഞ്ഞ ഹൈവേയിലൊക്കെ വെക്കുന്നില്ല, ഹൈവേ ബൈപ്പാസ് ഒക്കെ നടക്കുമ്പോഴേ ബൈപ്പാസിന്റെ ഉദ്ഘാടനമൊക്കെ വന്നപ്പോ അങ്ങനെ വെക്കുന്നുണ്ടല്ലോ. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സൈഫുദ്ദീൻ എന്നൊരു പ്രേക്ഷകൻ കലൂരിൽ നിന്ന് വിളിക്കുന്നുണ്ട്. സൈഫുദ്ദീൻ ഈ റേഷൻ കടയിലൊക്കെ പോകുന്ന ആളാണോ, അതോ ആളുകളെ വേറെ ആർക്കെങ്കിലും കൊടുത്ത് അവർ വാങ്ങിക്കുന്നതാണോ രീതി? ഈ റേഷൻ കടകളിൽ ആളുകളുടെ പോസ്റ്റർ വെച്ചാൽ എന്ത് സംഭവിക്കുമെന്നാണ്, അല്ലെങ്കിൽ നേതാക്കളുടെ പോസ്റ്റർ വെച്ചാൽ അത് ജനങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാകുമോ, അതോ ആ പദ്ധതിയെ പറ്റിയുള്ള വിശദാംശങ്ങൾ മനസ്സിലാകുമോ? എന്താണ് ശ്രീ സൈഫുദ്ദീൻ മനസ്സിലാക്കുന്നതിൽ നിന്ന്? അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പുള്ള ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും മൻമോഹൻ സിംഗിന്റെ എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ ഉണ്ടായി. ഇത് ഗവൺമെന്റ് ജനങ്ങളുടെ കാശ് തന്നെ എടുത്തല്ലേ ഈ റേഷനൊക്കെ നമുക്ക് തന്നത്.
ഇത് ഭരിക്കുന്ന പാർട്ടിയുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടൊന്നും തന്നെ കാശല്ല. ഇവിടുത്തെ ഇടതുപക്ഷമാണെങ്കിലും BJPയുടെയും കുടുംബത്തിൽ നിന്ന് തന്നെ കാശല്ല. ജനങ്ങളുടെ നികുതി പണം എടുത്തല്ലേ ഈ റേഷൻ സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ തിരിച്ചു തന്നെ. അതിന് ഓരോരുത്തരുടെ ഫോട്ടോ വെക്കണെന്തിനാ? സംസ്ഥാന സർക്കാരിന്റെ പിണറായി വിജയന്റെ വെക്കണ്ട, മോഡിയുടെയും വെക്കേണ്ട കാര്യമില്ല. ഒരു പാർട്ടിയുടെ അല്ല കേട്ടോ. ഞാൻ ഇപ്പൊ കേരളത്തിലൂടെ പല സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ എല്ലാ MLA-മാരും ഒരു ബസ് സ്റ്റാൻഡ് പണിതാൽ പോലും അവിടെ വലിയ അക്ഷരത്തിൽ എഴുതി വെക്കുകയാണ് ഈ MLA-യുടെ ഫണ്ടിൽ നിന്ന് വക, MP-യുടെ ഫണ്ടിൽ നിന്ന് വക. ഇതിപ്പോ ഇതിൽ ആരും പുറകിലല്ല, അതാണ് അതിലെ കാര്യം. അത് അല്പത്തരമെന്ന് പറഞ്ഞാ അർദ്ധരാത്രി കൊട പിടിക്കൂരൊക്കെ. ഇതൊക്കെ ജനങ്ങളുടെ കാശ് തന്നെ, ഇവരുടെ പോക്കറ്റിൽ നിർത്തുന്ന കാശാണാ. എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ, അതിനൊരു ഉത്തരം നിങ്ങൾ താ. ഇവരുടെ ആരെങ്കിലും പോക്കറ്റിൽ നിർത്തുന്ന കാശാണ്. നമ്മളൊക്കെ കൊടുക്കുന്ന ടാക്സിൽ നിന്നാണ് നമുക്ക് റേഷൻ വിഹിതം, അങ്ങനെ പല വിഹിതത്തിലൂടെ നമുക്ക് ആ കാശ് തിരിച്ചു തന്നത്. ഇവരെന്തിനാ ഇവരുടെ ഫോട്ടോ വെക്കണം? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും മൻമോഹൻ സിംഗിന്റെയും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ എല്ലാവരുടെ ഫോട്ടോ വെക്കാൻ പാടില്ലേ? അവരാരും വെച്ചിട്ടില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഇതൊരു യാതി അല്പത്തരം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വ്യക്തമാണ്. രവീന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. രവീന്ദ്രൻ ആലത്തൂരിൽ നിന്നാണോ വിളിക്കുന്നത്? അതെ, ആലത്തൂര്. ശ്രീ രവീന്ദ്രന് എന്ത് തോന്നുന്നു നമ്മളുടെ ഈ സെൽഫി പോയിന്റുകൾ ഇങ്ങനെയൊക്കെ വേണമെന്ന നിർദ്ദേശം? അതായത് ഈ കേന്ദ്രത്തിന്റെ ഒരു പ്രധാന ആരോപണം, കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പദ്ധതികൾ പലതും സംസ്ഥാനങ്ങൾ അവരുടെ പേര് മാറ്റി അതിനെ ജനങ്ങളിലെത്തിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നൊക്കെയാണ്. എന്തായാലും ശ്രീ രവീന്ദ്രൻ എന്ത് ധരിക്കുന്നു അതിൽ? അതായത് എനിക്ക് സാറിനോട് പറയാനുള്ളത്, അതായത് ഇപ്പൊ ഈ കേരളത്തിൽ ഏത് മുക്കിൽ ഈ ഹൈമാക്സ് ലൈറ്റുകളൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ 1,70,70,000 രൂപ മുടക്കി അങ്ങനെ ചെയ്തു. പിന്നെ ഒരു ചെറിയ റോഡ് പണി നടക്കുകയാണ്, ഇന്ന ആളുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ചെലവാക്കിയത് നന്ദി എന്നൊക്കെ വെച്ച് ഫ്ലെക്സ് അതുപോലെ ബോർഡുകളൊക്കെ വെക്കുന്നുണ്ട്. BJPയുടെ പ്രശ്നം ആയതുകൊണ്ട് ഇവിടെ കിടന്ന ആൾക്കാർ തുള്ളുന്നുള്ള ഉറപ്പാണ്. പക്ഷെ ഇവിടെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്രം കൊടുക്കുന്ന പൈസ എല്ലാം വക മാറ്റി അത് വേറെ പേര് മാറ്റി ഇനിഷ്യല് മാറ്റി ഒക്കെ കേരളം ഞങ്ങളെ ഇപ്പൊ നമ്മുടെ റിയാസ് ദേവ് കാസർഗോഡ് മുതൽ റോഡിൽ കൂടെ നടക്കണം. നമ്മള് സാറിന് കൃത്യമായിട്ട് നമ്മുടെ ഇതിലൊക്കെ യൂട്യൂബിലൊക്കെ വരുന്നുണ്ട്. പുള്ളിയുടെ റോഡാന്നാ പറയുന്നത്, ഞങ്ങൾ ഇത് ഇങ്ങനെ ചെയ്തു എന്നാ പറയുന്നത്. അപ്പൊ ഇത് വോട്ടുപിടുത്തത്തിന് വേണ്ടിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് ആരും ഇത് ചെയ്യണ്ടെന്നൊരു തീരുമാനം മൊത്തത്തിൽ എടുക്കുക. അതല്ലെങ്കിൽ എല്ലാവരും ചെയ്യട്ടെ. ഇപ്പൊ ഏത് സർക്കാർ, ഇപ്പൊ ജനങ്ങളുടെ കാശാണ്, നമുക്കൊക്കെ ജനങ്ങളുടെ കാശാണ്. ഇപ്പൊ പെൻഷൻ കൊടുക്കാൻ 2 രൂപ വെച്ച് പിരിക്കുന്നുണ്ട്. ഈ കാശും നമ്മുടെ കാശും. അപ്പൊ പെൻഷൻ കൊടുക്കുന്നത് നമ്മളാണെന്ന് പറയുന്നതല്ലേ കുറച്ചുകൂടെ ശരി? ഒന്നുകിൽ എല്ലാവരും ഇത് ചെയ്യണ്ടെന്ന് വെക്കുക. അല്ലെങ്കിൽ പിന്നെ കേന്ദ്ര മോദി ചെയ്യുന്നു എന്നുള്ള കാരണത്താൽ കുറ്റം പറയേണ്ട കാര്യമില്ല. മോദി എന്തൊക്കെയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എന്തൊക്കെ സംസ്ഥാനങ്ങൾക്ക് ആനുകൂല്യമായി കൊടുക്കുന്നുണ്ട് എന്ന് ജനങ്ങൾ അറിഞ്ഞത് കൊണ്ട് എന്താ കുഴപ്പം? ഒന്നുകിൽ എല്ലാവരെയും പേരുക, അല്ലെങ്കിൽ ആരെയും വെക്കാതിരിക്കാന്നാ സാറേ എന്റെ അഭിപ്രായം. വളരെ വ്യക്തമാണ്. ചന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ വടകരയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ചന്ദ്രൻ, നമ്മുടെ ഈ പദ്ധതികൾ, കേന്ദ്ര പദ്ധതികളെ സംബന്ധിച്ചുള്ള അവരുടെ സാമ്പത്തിക പിന്തുണ കേരളത്തിലെ ജനങ്ങളെ അറിയിക്കുക എന്നൊരു ലക്ഷ്യമാണ് കേന്ദ്ര സർക്കാർ ഇതിൻ്റെ പുറകിൽ വെക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഒരു പരസ്യമായ ഒരു സംസ്ഥാന കേന്ദ്ര ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്നുണ്ടോ കാര്യങ്ങൾ ഈ ഭക്ഷ്യവിതരണത്തിൻ്റെ കാര്യത്തിൽ? പ്രത്യേകിച്ച് ഇപ്പോൾ 29 രൂപയുടെ ഭാരത് അരി വരുന്നു, അത് 25 രൂപയ്ക്ക് സപ്ലൈകോ വഴി കൊടുക്കാമായിരുന്നു എന്ന് പിന്നെ മന്ത്രി പറയുന്നു. അപ്പോൾ ഒരു പരസ്പരം ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണോ തോന്നുന്നത്? തീർച്ചയായും ഇതൊരു ഫെഡറൽ സംവിധാനത്തിന്റെ ഏറ്റുമുട്ടലാണ്. നമ്മുടെ ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രവും ആ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത്. ഇത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും മോഡിയാണ് സർവസ്വം എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. 10 വർഷമായി വർഷത്തോട് അടുത്ത് നിൽക്കുകയാണ്. ഇതുവരെ ഇല്ലാത്തത് ഇത് ഇപ്പൊ വരുന്നത് മോഡിയുടെ തെരഞ്ഞെടുപ്പിന്റെ ഭയമാണ്. പരാജയപ്പെടുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഇടങ്ങളിലും തന്റെ ചിത്രം വെച്ചാൽ വോട്ട് കിട്ടുമെന്ന അബദ്ധ ധാരണയുടെ ഫലമാണ്. ഭാഗ്യത്തിന് ഇവർ ഷഡ്ഡി കൊടുക്കാതിരിക്കുന്നത് നമ്മുടെ ഭാഗ്യം. അവിടെയും ഫോട്ടോ വെച്ചേനെ. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പുനലൂരിൽ നിന്ന് രാജുക്കുട്ടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജുക്കുട്ടി എന്ത് ധരിക്കുന്നു ഈ റേഷൻ കാർഡ്? നമസ്കാരം. മോദിയുടെ പോസ്റ്റർ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ആരുടെയും പോസ്റ്റർ വെക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയത്തില്ല, ഒരിക്കലും യോജിക്കാൻ. കാരണം നമ്മുടെ വയറ് നിറയണമെങ്കിൽ നമുക്ക് അരി കിട്ടിയേ പറ്റൂ. പക്ഷേ മോദി അല്ല അരി തരുന്നത്. കേന്ദ്രം ഒരാൾ ഭരിക്കുന്നു, അടുത്ത പ്രാവശ്യം വരുമ്പോൾ അടുത്ത ഗവൺമെന്റ് വരുന്നു. അല്ലാതാണെങ്കിൽ മോദിയുടെ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഫോട്ടോ വയ്ക്കാൻ ആരും പറയുന്നില്ലല്ലോ. അല്ലെങ്കിൽ ദൈവങ്ങളുടെ ഫോട്ടോ വയ്ക്കണം. അല്ലെങ്കിൽ
അയ്യപ്പന്റെ ഫോട്ടോ വയ്ക്കട്ടെ, അല്ലെങ്കിൽ രാമന്റെ ഫോട്ടോ വയ്ക്കട്ടെ, ക്രിസ്തുവിന്റെ ഫോട്ടോ വയ്ക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നതാ. പക്ഷെ മോദിയെ പ്രാർത്ഥിച്ചാലൊന്നും കിട്ടത്തില്ല. ഞങ്ങൾ കാശ് കൊടുത്താലേ ഞങ്ങൾക്ക് ഇത് കിട്ടും. ശരി, ഏതായാലും അഭിപ്രായം ഒരിക്കലും വ്യക്തമാണ്. പാടില്ല സാറേ, ഒരിക്കലും പാടില്ല. ദൈവം തങ്കച്ചൻ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് മൊഹമ്മയിൽ നിന്ന്. ശ്രീ തങ്കച്ചൻ, ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പലതും പേരുമാറ്റി ഇവിടെ ചെലവാക്കുന്നു, ഇവിടെ നടപ്പിലാക്കുന്നു എന്നാണ് ആരോപണം. കേന്ദ്ര സർക്കാരിന് അതിൻ്റെ ഒരു ക്രെഡിറ്റും കിട്ടുന്നില്ല. മുമ്പൊരിക്കൽ ഇങ്ങനെ റേഷൻ കടയിൽ ഇത് കേന്ദ്ര സർക്കാർ പദ്ധതിയാണെന്ന് പ്രഖ്യാപിക്കാത്ത ഒരു സാഹചര്യമുണ്ടായപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ക്ഷുഭിതയായി എന്ന വാർത്തകൾ വരെ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. കേന്ദ്ര സർക്കാർ നൽകുന്ന സഹായങ്ങൾ ജനങ്ങളിലേക്ക് അവരാണ് നൽകുന്നത് എന്ന് അറിയിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാവോ സാറേ? കേൾക്കുന്നു സാറേ, അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കുട പിടിക്കുമെന്ന് പറഞ്ഞതിന്റെ ഒരു ഇതാണ് കാരണം. ഇതിനു മുമ്പ് നമ്മുടെ ലൈഫ് മിഷൻ പദ്ധതിയുടെ പേര് പെരയുടെ പേര് പാവപ്പെട്ടവർ കൊടുക്കുന്ന പെരയുടെ പേര് പടം മോദിയുടെ വന്നോന്നും പറഞ്ഞൊരു സർക്കുലർ ഇറക്കി. ഇപ്പൊ റേഷൻ കട ഇത് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം പിടിച്ചുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവരിങ്ങോട്ട് തിരിച്ച് അരിയായിട്ട് വരുമ്പോ അത് എന്തിനാ മോദിയുടെ പടം വെക്കണം? മോദിയുടെ പടം വെച്ചാ പോരെ? ഒരു പാർട്ടിയുടെ മാത്രമാണോ? എല്ലാ പാർട്ടിക്കാരുടെയും ഇപ്പൊ നമ്മളൊരു ആളുകൾ അതാണ് ഉന്നയിക്കുന്നത്. എല്ലാ ബസ് സ്റ്റോപ്പുകളുടെ മുകളിൽ കേരളത്തിൽ ഇത്ര സഹായം കൊടുത്തിട്ട് പിണറായി വിജയന്റെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പണം ഏതെങ്കിലും ഒരു പെരയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടോ? ഏതൊരു ബസ് സ്റ്റാൻഡ് നമ്മൾ ശ്രീ തങ്കച്ചൻ, ഏതൊരു ബസ് സ്റ്റാൻഡിന്റെ അടിയിൽ പോയി നിന്നാലും മേലെ കാണാം സ്ഥലത്തെ MLA-യുടെ വക എന്ന വലിയ തോതിൽ എഴുതി വെച്ചിരിക്കുന്നു. വക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MLA-മാർക്ക് അനുവദിക്കുന്ന ഫണ്ടുണ്ട്. അത് MLA-ക്ക് അനുവദിക്കുന്ന ഫണ്ടാണ്. ആ ഫണ്ട് ജനങ്ങളുടെ പൈസയല്ലേ? അത് MLA സഹായിച്ചു എന്ന തരത്തിലാണ് എഴുതി വെക്കുന്നത്. MLA-ക്ക് അനുവദിക്കുന്ന ഫണ്ടാണ് അത്. സർക്കാർ അനുവദിക്കുന്ന ഫണ്ടിലേക്കും ഇത് അവരുടെ ധനത് ഫണ്ടാണ്. അത് ആ ഫണ്ട് കൊടുക്കുമ്പോൾ അവരുടെ പേര് വെക്കുന്നുണ്ട്. പിന്നെ എല്ലാ സർക്കാരുകളും, ഞാൻ പറയുന്നത് പിണറായി വിജയനെന്നോ പ്രധാനമന്ത്രിയെന്നോ അല്ല, ഇന്ത്യയിലെ എല്ലാ സർക്കാരുകളും അവർ ചെയ്യുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ പരസ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇവിടെ രാജസ്ഥാൻ സർക്കാരിന്റെ പരസ്യങ്ങൾ വരെ നമ്മൾ ഇവിടുത്തെ വാർത്താമാധ്യമങ്ങളിൽ കണ്ടില്ലേ? അപ്പൊ ഇത് ഒരു പറഞ്ഞത് BJP-യുടെ ഒരു വോട്ട് പിടിക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഇതേ കാണാൻ പറ്റത്തുള്ളൂ. അതാ ഞാൻ പറഞ്ഞ അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി. ഞാനതില് തങ്കച്ചൻ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ എനിക്ക് വിയോജിപ്പുള്ളത് അത് ഒരാൾ മാത്രമല്ല എല്ലാവരും ചെയ്യുന്നു എന്നതിടത്തെ ഒരു വിയോജിപ്പ്. ഗവൺമെന്റ് ചെയ്യുന്നില്ലല്ലോ. ഗവൺമെന്റ് ചെയ്യുന്നില്ല. മുഖ്യമന്ത്രിയുടെ പടം, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പടം അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പടം വെക്കണമെന്ന് ഏതെങ്കിലും സർക്കാരുകൾ പറഞ്ഞിട്ടുണ്ടോ? സർക്കാരിന് അതിനൊരു സംവിധാനം തന്നെയുണ്ട്. പല പ്രധാനമന്ത്രിമാരുടെ പേര് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെ പണം വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതായാലും വ്യക്തമാണ്. ഷാജി എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷാജി എവിടുന്നാണ്? കുട്ടനാട് നിന്നാണോ വിളിക്കുന്നത്? കുട്ടനാട്ടിൽ നിന്നാണ്. ശ്രീ ഷാജിക്ക് എന്ത് തോന്നുന്നു? നമുക്ക് ഈ അരി കിട്ടുന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? അത് ആരുടെ പദ്ധതിയാണ് എന്ന് ജനങ്ങളെ അറിയിക്കാൻ ഒരു മൽപ്പിടുത്തം പരസ്പരം ഉണ്ടോ? കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി പലതും സംസ്ഥാന ഗവൺമെന്റിന്റെ രീതിയിലേക്ക് മാറ്റി വെക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ളൊരു നിർദ്ദേശമായിരിക്കും കേന്ദ്ര ഗവൺമെന്റ് ഇപ്പം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പദ്ധതിയോട് ഫോട്ടോ വെച്ച് വെക്കുന്നതിനോട് ഒരു കാരണത്താലും എതിർക്കേണ്ട കാര്യമില്ല. വ്യക്തമാണ്. ബാലകൃഷ്ണൻ, എല്ലാ ഗവൺമെന്റും ശരി. ശ്രീ ബാലകൃഷ്ണന് നമ്മൾ സ്ഥിരം സംസാരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഞാൻ കരുതുകയാണ് ഇതൊരു വലിയ സന്തോഷ വാർത്തയായിരിക്കും അല്ലേ? പ്രധാനമന്ത്രിക്കൊപ്പം റേഷൻ കടയിൽ പോകുമ്പോൾ ഒരു സെൽഫി എടുക്കാൻ കഴിയും. അങ്ങനെ സെൽഫി പോയിന്റുകൾ വരണം എന്നാണോ ശ്രീ ബാലകൃഷ്ണൻ ആഗ്രഹിക്കുന്നത്? പ്രദീപ് എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രദീപ് തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? സിറ്റിയിൽ നിന്ന്. ശ്രീ പ്രദീപ് ഈ റേഷൻ കടയിൽ സ്ഥിരമായി പോകുന്നയാളാണോ? ഞാൻ ഇടയ്ക്ക് പോകുന്ന ആളാണ്. നമ്മൾ ഇതേ വിഷയത്തിൽ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടാവും. ഇവിടെ ഓരോ ബസ് സ്റ്റോപ്പിലും വെണ്ടയ്ക്കത്തില് പിന്നെ അവരുടെ MLA-യുടെയും MP-യുടെയും വക എഴുതി വെച്ചിരിക്കുന്ന ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നുന്നു. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഒരു ബസ് സ്റ്റോപ്പ്, മാന്യമായ രീതിയിൽ ഒരു ബസ് സ്റ്റോപ്പ്. MLA നേരത്തെ ഒരു വ്യക്തി ചോദിക്കുന്നുണ്ട്, MLA-യുടെ ഫണ്ടിൽ നിന്നാണ് ഈ MLA-യുടെ ഫണ്ട് എങ്ങനെയാണ് പ്രത്യേകിച്ച് ഒരാളുടേതായിട്ട് വരണത്? അത് നികുതി പണത്തിൽ നിന്ന് കൊടുക്കുന്നതാണ്.
പിന്നെ നികുതി നമ്മുടെ ഓരോ വ്യക്തിയുടെയും നികുതി പണത്തിൽ നിന്ന് കൊടുക്കുന്നത് അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് രവി ചേരുന്നത് ആലത്തൂരിൽ നിന്നല്ലേ? ശ്രീ രവി. സാറേ, ഒരു പ്രധാനമന്ത്രിയുടെ പടം നമ്മൾ റേഷൻ കാർഡയുടെ ഫ്രണ്ടിൽ കണ്ടെന്ന് വെച്ച് സാധാരണപ്പെട്ട ഒരുപാട് ജനങ്ങള്, നമ്മൾ സാധാരണക്കാർ, ഞാൻ റേഷൻ കടയിൽ സാധനം വാങ്ങിക്കാൻ പോകുന്നതാണ്. എല്ലാ മാസവും ഞാൻ റേഷൻ കടയിൽ സാധനം വാങ്ങിക്കാൻ പോകുന്നത്. ഞാൻ തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒരു റേഷൻ കടയുടെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോ അന്ന് എന്തോ ഒരു ഫ്ലക്സ്, ചെറിയൊരു ഫ്ലക്സിൽ പ്രധാനമന്ത്രിയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ശ്രദ്ധിച്ച കാര്യം, ആ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ അത് വെട്ടിയിരിക്കുന്നു, അതിന്റെ ഫേസ്. ഞാനപ്പോ അപ്പൊ ഇതിന് ഒരു പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒരു റേഷൻ കടയുടെ ഫ്രണ്ടിൽ കണ്ട ഇത്രയും അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് എത്ര ആലോചന എനിക്ക് പിടിയിട്ടുന്നില്ല. ഒരു എന്തുമാത്രം പദ്ധതികൾ നമ്മൾ പ്രധാനമന്ത്രിയുടെ കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ തരുന്നുണ്ട്. എന്തുമാത്രം പദ്ധതികൾ, ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതെ രാഷ്ട്രീയം മാത്രം കണ്ട് നമ്മൾ എതിർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലേക്ക് വേണ്ട നല്ല കാര്യങ്ങൾ ഒരുപാട് നഷ്ടപ്പെടുത്തുള്ളൂ. ആ ഒരു സെൽഫി പോയിന്റ് വെച്ചുകൊണ്ട് നമുക്ക് രാഷ്ട്രീയമായി നമ്മൾ പേടിക്കണം എന്തിനാണ്? നമ്മൾ ഈ കേരളത്തിലെ എതിർകക്ഷികള് പേടിക്കുന്നത് എന്തിനാണ്? ഒരു പ്രധാനമന്ത്രിയുടെ ഫോട്ടോ കണ്ടുകൊണ്ട് പേടിക്കുന്നത് എന്തിനാണ് എന്റെ ചോദ്യം. വ്യക്തമാണ്. പ്രസാദ് എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. പ്രസാദ് കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ. കണ്ണൂർ എവിടെ നിന്നാണ് ശ്രീ പ്രസാദ് വിളിക്കുന്നത്? കണ്ണൂരിൽ തന്നെ, കണ്ണൂർ ടൗണിൽ നിന്ന്. കാൾ ടാക്സ് അങ്ങനെ അല്ലേ? അതെ അതെ. ഇത് രാഷ്ട്രീയപരമായിട്ട് നമ്മൾ പറയുന്ന ഒന്നല്ല. പക്ഷെങ്കില് മോദിയുടെ പടം വെക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. അത് സാധാരണ എല്ലാരും പറഞ്ഞ പോലെ തന്നെ. പക്ഷെങ്കില് വേറൊരു കാര്യമുണ്ട്, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്നത് നമുക്ക് യോജിപ്പില്ല. പക്ഷെങ്കില് പിന്നെ ഈ പ്രധാനമന്ത്രിന്റെ പല ആനുകൂല്യങ്ങളും നമ്മൾ കേരളത്തിൽ എടുത്തു കാണിക്കുന്നില്ല. ഇവിടുത്തെ സർക്കാർ എടുത്തു കാണിക്കുന്നുള്ള കാര്യം സത്യമാണ്. ഈ കിസാൻ ഈ ഇതന്നെ വന്നപ്പോ ആദ്യമൊന്നും പിന്നെ ജനങ്ങളൊന്നും ആരും ഒന്നും അറിയാത്ത അവസ്ഥയിലായിരുന്നു. പിന്നീടാണ് ജനങ്ങൾ പിന്നീടാണ് ജനങ്ങൾക്ക് അതൊന്നും മനസ്സിലായിട്ട് എല്ലാവരും അത് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് സമ്മാൻ നിധിയിൽ മനസ്സിലാക്കിയതെന്നാണ് താങ്കൾ പറഞ്ഞത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ഒന്നും പറയുന്നില്ല. കാരണം പിന്നെ ഇത് കേന്ദ്രത്തിന്റെ ആനുകൂല്യം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ കേന്ദ്രത്തിനൊപ്പം പോകുമോ എന്നുള്ളൊരു സംശയമുള്ള ഒരു അവസ്ഥ പോലെ കാണുന്നത്. വ്യക്തമാണ്. ദീപു എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദീപു, ഈ റേഷൻ കടകൾ സാധാരണക്കാരൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇടമാണ്. അവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേദിയാകുന്നു എന്ന സംശയമാണ് മുഖ്യമന്ത്രി ഇന്ന് ഉന്നയിക്കുന്നത്. പക്ഷേ മറുവശത്തുള്ളവരാകട്ടെ ഇത് എല്ലാ ആളുകളും, എല്ലാ രാഷ്ട്രീയ വിഭാഗത്തിലുള്ള ആളുകളും അവരുടെ നേട്ടങ്ങൾ ഇങ്ങനെ വലിയ അക്ഷരത്തിൽ എഴുതി വയ്ക്കുന്ന രീതിയുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ദീപു എന്ത് കരുതുന്നു? അല്ല, നേരത്തെ ഇവിടെ സംസാരിച്ച ഇതിനകത്തൊക്കെ പലപ്പോഴും ഈ റോഡ് ഉദ്ഘാടനം, പാല ഉദ്ഘാടനത്തിനൊക്കെ ബോർഡ് വെച്ചു, അതൊക്കെ വൺ ടൈം ആണ്. അത് സ്ഥിരമായിട്ട് അവിടെ ഇരിക്കില്ല. അതിന്റെ കാലം കഴിയുമ്പോൾ അത് കീറിപ്പോവും, അല്ലെങ്കിൽ വേറെ വല്ലവരും കീറിക്കളയും, അല്ലാതെ എടുത്ത് മാറ്റും. ഇതാണ് നടക്കുന്നത്. അതുപോലെ അല്ല റേഷൻ കടകളിൽ നാളിതുവരെ എപ്പോഴെങ്കിലും പ്രധാനമന്ത്രിയുടെ, മുഖ്യമന്ത്രിയുടെ മുഖം അവിടെ വെച്ചിട്ടുണ്ടോ? എന്തിനാണത് വെക്കുന്നത്? മാത്രമല്ല, ഇത് റേഷൻ കടയിലൂടെ കൊടുക്കുന്ന സൗജന്യമായ കൊടുക്കുന്ന അരി എപ്പോ തൊട്ടാണ് സൗജന്യമായിട്ട് കേന്ദ്രം കൊടുക്കാൻ തുടങ്ങിയത്? കേന്ദ്രം 3 രൂപയ്ക്ക് തരുന്ന അരി നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുമായിരുന്നു. കേന്ദ്രം 8 രൂപയ്ക്ക് തരുന്ന, 8 രൂപ ചില്ലറയ്ക്ക് തരുന്ന അരി ഇപ്പൊ നമ്മൾ 4 രൂപയ്ക്ക് കൊടുക്കുന്നു. അതുപോലെ ഈ അരി സ്വീകരിക്കുമ്പോൾ നമ്മൾ കർഷകർക്ക് അങ്ങോട്ട് പണം കൊടുക്കുന്നുണ്ട് 7 രൂപ ചില്ലറ പൈസ. കർഷകർക്ക് നേരത്തെ കിട്ടാൻ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നമ്മൾ കൊടുക്കും. അപ്പൊ നമ്മുടെ എത്ര വരുമാനമാണ് കേരളത്തിന്റെ പണമാണ് ഈ റേഷനറിയുടെ ഭാഗത്തിലേക്ക് പോകുന്നത്? അപ്പൊ അതൊന്നും ഈ ഇതല്ലേ? അപ്പൊ ആരുടെയും വെക്കാതിരിക്കുന്നല്ലേ നല്ലത്. അതുപോലെ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് കുറ്റിയിൽ അടിച്ചു വെക്കാമല്ലോ മോഡിയുടെ പടം. എന്താ വെക്കാത്തത്? ഗ്യാസ് കുറ്റിയിട്ട് അടിച്ചു വെച്ച് എന്താ മോഡി അതിനകത്ത് അടിച്ച് മോഡിയുടെ പടം വെക്കാതെ വെക്കാത്തത്? പിന്നെ ദേശീയപാതയുടെ ഇവിടെ, ദേശീയപാതയിൽ 25% പണം നമ്മളെ കൊടുത്തത്, മറ്റൊരു സംസ്ഥാനവും കൊടുത്തിട്ടില്ല ഇവിടെ. അതുപോലെ PMAY ലൈഫ് പദ്ധതി എന്ന് പറഞ്ഞാൽ PMAY ലൈഫ് പദ്ധതിയിൽ കേന്ദ്രം പണം തരുന്നത് 10% താഴെയുള്ള വീടുകൾക്ക് മാത്രമാണ്. അതിനകത്ത് 12% അവരുടെ വിഹിതം. ബാക്കി മുഴുവൻ കേരളത്തിന്റെ വിഹിതമാണ്. അതിനകത്തെല്ലാം മോഡിയുടെ പടം ഒട്ടിച്ചു വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരാള് ആ വീട്ടുകാരനെ കുറിച്ച് എന്താ കഴിയുക? അവന്റെ ആത്മവിശ്വാസത്തെ കുറിച്ച് എന്താ കരുതുക? ഇതെല്ലാം കാണാതെ എല്ലാം അങ്ങ് അടിച്ചു വെച്ച് ഇവരുടെ പേര് വെച്ച് അങ്ങ് നടത്തി ഇതെല്ലാം അങ്ങ് മോഡി. ആരാണ് ഈ മോഡി? മോഡി എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിയുടെ ഇത് കാശ് കിട്ടുന്ന എവിടുന്നാണ്? നമ്മുടെ പണം ഇവിടുന്ന് ചാക്കി കെട്ടി കൊണ്ടുപോകണം. അത് തന്നെ നമുക്ക് കൃത്യമായിട്ട് തരുന്നില്ല. എന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയട്ടെ, എന്തിനാണ് മോഡി എന്ന് വെക്കുന്നത്?
പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സുരേഷ് എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. സുരേഷ് വൈറ്റിലയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ, വൈറ്റിലയിൽ സാറേ. ശ്രീ സുരേഷ് റേഷൻ കടയിലൊക്കെ സ്ഥിരമായി സന്ദർശിക്കുന്ന ആളാണോ? ഞാൻ റേഷൻ കടയിൽ പോകാറുണ്ട്. നമ്മുടെ ഒരു അവകാശം എന്നുള്ള രീതിയിൽ തന്നെ നമുക്കുള്ള ഒരു ഗവൺമെന്റ് നൽകുന്ന. അവിടെ ഇങ്ങനെ നമ്മൾ ചെല്ലുമ്പോൾ നേതാക്കളുടെ ഒക്കെ പടം അടിച്ചു വെച്ച് കാണുമ്പോൾ എന്താണ് ശ്രീ സുരേഷ് സാധാരണ തോന്നാറ്? എനിക്ക് ഒട്ടും അതിനോട് യോജിപ്പില്ല സാറേ. കാരണം അതൊരു നല്ലൊരു രീതിയല്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് സാധാരണക്കാരൻ പോകുന്ന റേഷൻ കടയിൽ ഈ പറഞ്ഞ ഇത്രയും താഴോട്ടിറങ്ങി വന്ന ഒരു പ്രധാനമന്ത്രി ഭക്ഷണം കൊടുക്കുന്ന അല്ലെങ്കിൽ അരി മേടിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒട്ടിച്ച് അല്ലെങ്കിൽ ഫ്ലെക്സ് അടിച്ച് നിർബന്ധം അതില്ലാത്ത റേഷൻ കടകൾക്കെല്ലാം റിപ്പോർട്ട് കൊടുക്കാനായിട്ടാണ് ഞാനിത് പത്രത്തിൽ വായിച്ചത്. ഒട്ടും യോജിക്കാൻ കഴിയുന്നതല്ല. നമ്മളൊക്കെ ഈ സാധാരണ നേരത്തെ ഈ തമിഴ്നാട്ടിലൊക്കെ കരുണാനിധിയും അല്ലെങ്കിൽ ജയലളിതയൊക്കെ ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ നമ്മളടക്കം കളിയാക്കിയ കാര്യം ഭരണാധികാരികളുടെ മുഖം എന്തിനാണ് ഭക്ഷണം കൊടുക്കുന്നതിൽ എഴുതി വെക്കുന്നത് എന്നുള്ളൊരു തോന്നൽ നമ്മൾ പലപ്പോഴും പലയിടത്തും സംസാരിച്ചിട്ടുള്ളതുമാണ്. ഇതൊരിക്കലും യോജിക്കാൻ പറ്റില്ല. അത്രയും തരം താഴാൻ പാടില്ല. ഇന്ത്യ പോലുള്ള ഇത്രയും വലിയ രാജ്യത്തെ പ്രധാനമന്ത്രി. വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. ജയൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജയൻ പുതുക്കാട് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? തൃശ്ശൂർ ജില്ലയിലല്ലേ? അതെ, റേഷൻ കടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ചൊന്നുണ്ട് ഇത്രയ്ക്കുള്ള കുഴപ്പം വരാമുള്ള. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഒന്നല്ലല്ലോ വെക്കുന്നത് നമ്മുടെ നാട്ടില്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ച് ഇനിയിപ്പോ അടുത്ത തവണ വേറെ പ്രധാനമന്ത്രി വരുമെന്ന് അവരുടെ ഫോട്ടോ വെച്ചോട്ടെ. ഇവിടെ കരുണാകരന്റെയും ഫോട്ടോ വെച്ചിട്ടുണ്ട്, പിണറായി വിജയന്റെയും വെച്ചിട്ടുണ്ട്, അച്യുതാനന്ദന്റെയും വെച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അതിനൊക്കെ ആരും എതിർക്കണത്? ഒരാൾ എതിർക്കണില്ലേ? ഇത് വെറുതെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വെറുതെ രാഷ്ട്രീയം കളിക്കുക. ഇപ്പൊ ഇവിടെ ഓരോ കേസ് നടക്കുമ്പോ ഇപ്പൊ കേരള ഗവൺമെന്റ് എത്ര ലക്ഷം കണക്കിന് രൂപ മുടക്കിയിട്ട് ഓരോ വക്കീൽമാർ ഉപയോഗിക്കുന്നത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സുരേന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേന്ദ്ര പദ്ധതികൾ കേന്ദ്രത്തിൻ്റെതാണെന്നും സംസ്ഥാന പദ്ധതികൾ സംസ്ഥാനത്തിൻ്റെതാണെന്നും ഒക്കെ അറിയിക്കുന്നതിൽ തെറ്റുണ്ടോ? നമസ്കാരം സാറേ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഞാൻ ഗുരുവായൂരിന്നൊക്കെ പ്രസാദം മേടിക്കാറുണ്ട്. അപ്പൊ അതില് കൃഷ്ണന്റെ ഗുരുവായൂരപ്പന്റെ പടം കാണാറുണ്ട്. ശബരിമലയിൽ നിന്ന് മേടിക്കുമ്പോ അയ്യപ്പന്റെ ഫോട്ടോ കാണാറുണ്ട്. അപ്പൊ അതേമാതിരി സകല ആൾക്കാരും വെക്കണമെന്നാണ് എന്റെ അഭിപ്രായം. എല്ലാ ആൾക്കാരും വെച്ചോട്ടെ. അപ്പൊ ഈ ബാങ്കുകളുടെ മുന്നിൽ റിസർവ് ബാങ്ക് ഗവർണറുടെയും കൂടിയും വെക്കണം. കാരണം ബാങ്കിലെ നമ്മുടെ പണങ്ങളൊക്കെ അടിക്കുന്നത് റിസർവ് ബാങ്ക് ആണല്ലോ. അപ്പൊ റിസർവ് ബാങ്ക് ഗവർണർ പറയാ എന്റെ പടം കൂടി വെക്കണം എന്ന് പറഞ്ഞാൽ അത്രയും നല്ലത്. എല്ലാ ആൾക്കാരും പടം വെക്കണം. ഇതിപ്പോ ജനങ്ങൾ കൊടുക്കുന്ന പൈസയാണെന്ന് പറയുന്നത്. ഇതിപ്പോ ഒരു സംശയമായി ഇത് ജനങ്ങളുടെ പൈസ തന്നെയാണോന്ന് സംശയമായി. കാരണം ഇവരൊക്കെ ഫോട്ടോ വെക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവില്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഗോപകുമാർ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ഗോപകുമാർ, തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ട്രിവാൻഡ്രത്താണ് വിളിക്കുന്നത്. നഗരത്തിൽ നിന്നാണോ? അതെ. സ്ഥിരമായി റേഷൻ കടയിൽ പോകാറുണ്ടോ? ഞാൻ നഗരത്തിലെ ആളുകൾ സാധാരണ വേറെ ആരെങ്കിലെയൊക്കെ അയക്കലാണ് പതിവ്. പോകാറുണ്ട് അല്ലേ? പോകാറുണ്ട്, വല്ലപ്പോഴേക്ക് പോകുന്ന ആളാണ്. പിന്നെ എനിക്ക് ഇതിനോട് ഞാൻ രാഷ്ട്രീയക്കാരനൊന്നുമല്ല കേട്ടോ. ഞാൻ സാധാരണ ഒരു പബ്ലിക്കാണ്. ഒരു കാര്യം പറഞ്ഞേക്കാം, പക്ഷെ എന്തായാലും ഈ ഫോട്ടോ വച്ചതുകൊണ്ടൊന്നും സംഭവിക്കാനൊന്നും തോന്നുന്നില്ല. എത്രയോ ബസ്സുകളിൽ KSRTC ബസ് നേതാക്കളുടെ ഫോട്ടോ വയ്ക്കുകയാണ്. MLA-മാരുടെ ഫോട്ടോ പലയിടത്തും വയ്ക്കുന്നുണ്ട്. മോദിയുടെ ഫോട്ടോ വെച്ചിട്ട് പറഞ്ഞ ആൾക്കാരെല്ലാം മോദി വോട്ട് ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ അദ്ദേഹം കൊടുക്കുന്ന നല്ലത് തന്നെയാണ്. 29 രൂപയ്ക്ക് ഈ കാലഘട്ടത്തിൽ അരി കിട്ടും, നല്ലതല്ലേ? 65 രൂപ അരി വാങ്ങുന്ന സ്ഥലമാണ് ഇവിടെ. ഒരു കുഴപ്പമില്ല. അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് ഞാൻ പറയുന്നത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. റഗീന എന്നൊരു പ്രേക്ഷക വിളിക്കുന്നുണ്ട്. ശ്രീമതി റഗീന, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലക്കാട് ഒലവക്കോട് സാർ. ഒലവക്കോട്. ശരി. റെയിൽവേ സ്റ്റേഷൻ സമീപത്താണ് അല്ലേ? അല്ല 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 സാർ, ഓട്ട് കമ്പനി ഉണ്ടായിരുന്നു. കോമൺവെൽത്ത് ടൈൽസ്, പുതിയ പാലം. അത് ഒലവക്കോടല്ല. അതെ 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 അതെ, ഞാൻ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. നിങ്ങളുടെ സ്ഥിരം പ്രേക്ഷകരാണ്. വളരെ സന്തോഷം റജീന അത് കേൾക്കുന്നതിൽ. ശ്രീമതി റജീന, അവിടെ വീട്ടിൽ ആരാണ് റേഷൻ കടയിലേക്ക് പോകുന്നത്? റജീനയാണോ? അതെ, റേഷൻ കടയിൽ ഞാനാണ് പോകുന്നത് സാറ്. എന്ത് തോന്നുന്നു? പിന്നെ എനിക്ക് പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ പതിക്കണം എന്നുള്ള അഭിപ്രായത്തിനോട്, പിന്നെ ഞങ്ങളൊക്കെ എന്തിനാണ് കേരളത്തിൽ ഇരിക്കുന്നത്? ചാവുമല്ലേ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ ജനങ്ങൾ അത്ര പൊട്ടന്മാരൊന്നും അല്ല സാർ. എന്നാ പിന്നെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് സിലിണ്ടറിലൊക്കെ ഓരോ ഫോട്ടോ പതിക്കുന്നത് നന്നായിരിക്കും അല്ലേ? അല്ല സാർ, അതെ അതെ അതെ. അപ്പോ എല്ലാ സ്ത്രീകളും അടുക്കളയിൽ പോകുമ്പോ ഇദ്ദേഹത്തെ ഓർമ്മ വരും. ഇപ്പൊ റേഷൻ കടയിലേക്ക് പോകണല്ലോ അദ്ദേഹത്തിന് നമുക്ക് ഓർത്തെടുക്കാന്. ഇപ്പൊ എല്ലാ ദിവസവും ഞങ്ങൾ രാവിലെ അദ്ദേഹത്തിന്റെ ഫോട്ടോ അതിൽ പതിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ കാണാൻ പറ്റുമല്ലോ.
നമ്മളെ പറ്റിച്ചോണ്ടിരിക്കുന്നത് സബ്സിഡി തരാന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ പ്രളയത്തിന് നമുക്ക് അരി തന്നു പ്രളയത്തിന്റെ സമയത്ത്. അതിന്റെയൊക്കെ കാശ് കേരള ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിയിട്ടില്ലേ സാർ? ഇവരുടെ കേന്ദ്ര ഗവൺമെന്റ് ഒറ്റ വിചാരമുള്ളൂ, ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നത്. ശ്രീമതി റെജീന രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളാണോ? ഞാൻ അല്ല സാർ, നമ്മള് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചോണ്ട് മാത്രം അഭിപ്രായം പറയാൻ പാടുള്ളൂ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. സ്വാഭാവികമായി ഇങ്ങനെ നല്ല രീതിയിൽ ഇതേക്കുറിച്ചൊക്കെ നിരീക്ഷിക്കുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചാണ്, പൊതുരംഗത്തൊക്കെ ഉള്ള ആളാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അല്ല സാർ, നമ്മൾ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മൾ വരുമ്പോ നമ്മളിപ്പോ അടുക്കളയിൽ ഇരിക്കുന്ന സ്ത്രീകളല്ലല്ലോ. ഇപ്പൊ എല്ലാരും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞതുപോലെയാണല്ലോ കാര്യങ്ങള്. എല്ലാ സ്ത്രീകളെന്നല്ല എല്ലാവരും പ്രതികരിക്കാൻ തുടങ്ങി. എല്ലാവർക്കും ന്യായമായ കാര്യങ്ങളുടെ കൂടെ നിൽക്കാനാണ് ഇഷ്ടം. എനിക്ക് ഒരൊറ്റ അഭിപ്രായമുള്ളൂ, റേഷൻ കടയില് ഫോട്ടോ പതിക്കുന്നതിന് പകരം സിലിണ്ടറിൽ ഓരോ ഫോട്ടോ പതിച്ച വളരെ നന്നായിട്ടുണ്ടാവും. വളരെ വ്യക്തമാണ് റഹീമയുടെ ഈ നിലപാട്. മറ്റൊരു പ്രേക്ഷക നമുക്കൊപ്പം കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അത് റഹിമയാണ്. ശ്രീമതി റഹിമ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ റേഷൻ കടയിൽ ഞാൻ തന്നെ സാറേ പോവല്. അതെയാ, വെരി ഗുഡ്. മറ്റാരും ആശ്രയിക്കാറില്ല. ഫോട്ടോ പതിച്ചാലും വേണ്ടില്ല, പട്ടിണിയില്ലാതെ ജീവിക്കണം. അതെ, പട്ടിണിയില്ലാതെ ജീവിക്കണം. അരിയൊക്കെ കറക്റ്റായിട്ട് തരണം. പാവങ്ങളെ സംരക്ഷിക്കണം. ന്യായവിലയ്ക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടണം. അത് നമ്മുടെ അവകാശമാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടണം. അവര് ഫോട്ടോ പതിച്ചാലും വേണ്ടിയില്ല, പാട്ടാടിയാലും വേണ്ടിയില്ല. നമ്മക്ക് പട്ടിണിയില്ലാതെ മരണം വരെ ജീവിക്കണം. ഏതായാലും നമുക്ക് വളരെ വിലപ്പെട്ട അഭിപ്രായമാണത്. ഏതായാലും മറ്റൊരു പ്രേക്ഷക കൂടി ഉള്ളത് കൊണ്ടാണ്. ഷാജിദ എന്നൊരു പ്രേക്ഷക നമുക്കൊപ്പം ചേരുന്നു. ഷാജിദ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. കൊല്ലത്തുനിന്നാണ്. കൊല്ലത്ത് എവിടെ നിന്നാണ്? കൊല്ലം ജില്ലയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൊല്ലം ടൗണിൽ നിന്നാണ്. ചിന്നക്കടയാണ് ടൗൺ അല്ലേ? എന്ത് തോന്നുന്നു ശ്രീമതി ഷാജിദയാണോ റേഷൻ കടയിലേക്ക് പോകാറ് വീട്ടിലെ കാര്യങ്ങൾക്ക്? എന്ത് തോന്നുന്നു ഈ റേഷൻ കടയിൽ ആളുകളുടെ നേതാക്കളുടെ സാധനങ്ങൾ കിട്ടുന്നില്ല? അവിടെ നേതാക്കളുടെ ഫോട്ടോ വെക്കുന്നതും അവിടെ ക്യാരി ബാഗുകളിൽ പ്രധാനമന്ത്രിയുടെയോ ആരുടെയെങ്കിലും നേതാക്കളുടെയൊക്കെ ഫോട്ടോ അടിക്കുന്നതും അവിടെ പോയാൽ നേതാക്കളുടെ സെൽഫി എടുക്കാൻ പിന്നീട് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ മാത്രം തന്നെ അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുള്ളത്, അല്ലാതെ വേറെ ഒരു ഇതുമില്ല. അവര് നമുക്ക് മാസത്തിൽ പഞ്ചസാര ഉണ്ടെന്ന് പറയുന്നത് AY കാർഡാണ്, അതൊന്നും ഇല്ല. ഒന്നും തരുന്നില്ല, ഫോട്ടോ മാത്രമേ ഉള്ളൂ, ഒന്നും തരുന്നില്ല അല്ലേ? യെസ്, ഏതായാലും നമുക്ക് ഇത് അധികൃതർ കൂടി കേൾക്കട്ടെ എന്ന് ഞാൻ കരുതുകയാണ്. ഏതായാലും വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുക അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. അമ്പിളി എന്നൊരു പ്രേക്ഷക നമുക്കൊപ്പം ചേരുന്നുണ്ട്. മണിമലയിൽ നിന്നാണ് ശ്രീമതി അമ്പിളി വിളിക്കുന്നതല്ലേ? മണിമലയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ. ഈ റേഷൻ കടയിലേക്ക് ശ്രീമതി അമ്പിളിയാണോ വീട്ടിലെ കാര്യങ്ങൾക്കായി പോകാറ്? ഞാനും പോകാറുണ്ട്. അവിടെ ഈ നേതാക്കളുടെയൊക്കെ ഒരു ഫോട്ടോ വെക്കുകയും അത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? നമ്മളുടെ ഒരു ഫോട്ടോ വെക്കുന്നത് കേരളത്തിലെ അഴിമതി, ഇതുപോലെ അഴിമതി നടന്നിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയൊക്കെ ഫോട്ടോ ബസ്സുകളിലും അതുപോലെയൊക്കെ വഹിക്കുന്നുണ്ടല്ലോ. അപ്പോഴും മോദി ഈ പറയുന്ന അഴിമതിയൊന്നും ഇതുവരെ കാണിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. ആഹാരം സാധനങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഉള്ളപ്പോൾ ഒരു ഫോട്ടോ വെക്കുന്നതുകൊണ്ട് വിരോധമൊന്നും തോന്നുന്നില്ല. യെസ്, അപ്പോൾ ഏതായാലും വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നമ്മുടെ സമയം അതിക്രമിച്ചത് കൊണ്ടാണ് ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. ഇത്തരം പോസ്റ്ററുകൾ റേഷൻ കടകൾക്ക് മുന്നിൽ വേണോ എന്നായിരുന്നു ഞങ്ങളുടെ ചോദ്യം. ഏതായാലും 64% ആളുകളും, ഈ പോളിൽ പങ്കെടുത്ത 63% ആളുകളും പ്രധാനമന്ത്രിക്കൊപ്പം ആണ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പോസ്റ്റർ റേഷൻ കടകളിൽ ഉള്ളതിൽ തെറ്റില്ല എന്ന നിലപാട് അവർ പറയുന്നു. അതേസമയം 36% ആളുകൾ ശക്തമായ നിലപാട് എടുത്തിരിക്കുന്നു. അവർ ഈ പോസ്റ്റർ അനാവശ്യമാണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.